ഹലോ, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൻ്റെ മുൻവശം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മാറാലയൊക്കെ പോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഫാന് നന്നായിട്ട് പെരങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കസേര വെച്ച് കയറി അത് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുവിധം തുടച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്നും തുടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തുടച്ചു. അതിനുശേഷം വാതിലിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്പോഞ്ചും സോപ്പും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പോക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചില്ലും സ്പോഞ്ചും സോപ്പിൻ്റെ ലിക്വിഡും കൊണ്ട് ഉരച്ച് പോക്കി കൊടുത്തു. അപ്പോൾ നല്ലപോലെ കറയൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ മുകളിലും നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ഗ്യാപ്പെല്ലാം ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് സ്പോഞ്ച് കൊണ്ട് പോക്കി കൊടുത്തു. പിന്നെ ഞാൻ ഉരച്ച ഭാഗത്തുള്ള സോപ്പിൻ്റെ പതയൊക്കെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല നിറം കിട്ടിയിട്ടുണ്ട്. ടൈലിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ കുറേ ഞാൻ പോക്കാൻ ശ്രമിച്ചെങ്കിലും നല്ലപോലെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുവിധം വൃത്തിക്ക് ഞാൻ പോക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തു തീർത്തത്. അപ്പോൾ ചില്ലൊക്കെ നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഈ മരത്തിൻ്റെ സാധനങ്ങൾ വെള്ളം കൊണ്ട് തുടക്കാവൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അവസാനം ഒരു 6 തുണി കൊണ്ട് തുടച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പൊടിയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ 6 തുണി കൊണ്ട് തുടച്ചാലും പൊടി അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചാരുപടീൻ്റെ ഭാഗവും നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട്, അതും ഞാനൊന്ന് തുടച്ചെടുത്തു. പിന്നെ ഈ ഒരു തൂണും ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങനെ എപ്പോൾ ഒന്നും തുടക്കുന്ന ഭാഗങ്ങളല്ല. ഇങ്ങനെ ഏതെങ്കിലും സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ ഡീപ്പായിട്ട് വൃത്തിയാക്കാറുള്ളൂ. ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ടൈലിൻ്റെ മുകളിലും ഒന്ന് സോപ്പിട്ട് കഴുകിയെടുത്തു. അവിടെ പിന്നെ കഴുകുന്നതിന് കുഴപ്പമില്ല, നല്ലപോലെ ചെറൊക്കെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 6 തുണി കൊണ്ട് ഞാൻ തുടച്ചെടുത്തു. ലാസ്റ്റ് തറയും കൂടി തുടച്ച് ഇന്നത്തെ ക്ലീനിങ് ഞാനിവിടെ അവസാനിപ്പിച്ചു കേട്ടോ.